ഇന്നലെയാണെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാഗമൺ ട്രിപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. ഏകദേശം രാത്രി 1:30 മണിയായപ്പോഴത്തേനാണ് അതിശയൻ എന്തോ അത്യാവശ്യമുണ്ട്, ചേട്ടാ ഒന്ന് ടർബോനോടൊപ്പം ഒന്ന് ട്രിപ്പ് പോകാമെന്ന് കേട്ട് പിന്നെ ഞാൻ ഓക്കെ കേട്ട് നമ്മുടെ പിക്സിക്കുട്ടിക്ക് ഇന്നലെ തൃശ്ശൂർ എന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നേ. അപ്പോഴത്തേനും എൻ്റെ എൻ്റെ ലാസ്റ്റ് വർക്ക് ഓട്ടോബാക്സ് ഇറക്കുന്നുണ്ട്. ഞാൻ ഉറക്കൊഴിഞ്ഞ് ഓട്ടോബാക്സ് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ വന്നു 1 to 2 മണി വരെ ഇറങ്ങി. അങ്ങനെ 3 മണിക്ക് എണീച്ച് കുളിച്ച് വണ്ടിക്കകത്തിരുന്നാണ് ഞാൻ റെഡി ആയത് കേട്ടോ. അതായത് ഷെഡിന് അടുത്ത് തന്നെയാണ്. 4 മണിയായപ്പോഴത്തേനും വണ്ടി കൊടുക്കണമായിരുന്നു. അങ്ങനെ കറക്റ്റ് 4 മണിയായപ്പം നമ്മൾ സ്ഥലത്ത് വണ്ടി കൊടുത്തു. ഇത് സിംഗിൾ ഡേ വാഗമൺ ട്രിപ്പാണ്, ഫാമിലി ട്രിപ്പാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വഴിയിൽ കണ്ട വീടിനടുത്ത് തന്നെയുള്ളൊരു പള്ളിയിൽ പൈസ ഇട്ടിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ ശേഷമാണ് ഞങ്ങൾ വാഗമണിലോട്ട് അങ്ങനെ ആഡ് ബ്ലൂ അടിക്കാനായിട്ട് ഇവിടെ അടുത്തൊരു പമ്പി കയറ്റിയായിരുന്നു. ഈ കൂട്ടുകാരനാണെങ്കിൽ കുറേ നേരമായിട്ട് ആഡ് ബ്ലൂ അടിക്കുന്നുണ്ടേ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവിടുത്തെ ആഡ് ബ്ലൂവിന് സ്റ്റോക്ക് കഴിഞ്ഞു, ആഡ് ബ്ലൂ കയറിയിട്ടില്ലെന്നേ. എന്തോരം സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നറിയാവോ. അങ്ങനെ അതിനുശേഷം വീണ്ടും ആൾക്കാരെ ടോയ്ലറ്റിൽ പോയവരൊക്കെ വണ്ടി കയറ്റിയിട്ട് നമ്മൾ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് റോഡിലൊക്കെ അത്യാവശ്യം മഞ്ഞുണ്ടായിരുന്നേ. വാഗമണിലും നല്ല ക്ലൈമറ്റ് ആകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ അങ്ങനെ വാഗമണിലോട്ട് പോയത്. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. ഞങ്ങൾ ഒരു 10:00 കൂടി ഞങ്ങൾ വാഗമണിലെത്തി. ഫസ്റ്റ് പോയത് മൊട്ടക്കുന്നിലാണ്. അവിടെ സാക്ഷാൽ നമ്മുടെ വണ്ണസിൻ്റെ ദശാവതാരം ഉണ്ടായിരുന്നേ. ഇന്നലെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, കേരള വണ്ടികൾ കുറച്ചേ ഉള്ളായിരുന്നു. ടീനേൻ്റെ കൊടുങ്കാറ്റ് ആ എഡിഷനെയും കൊള്ളാം കേട്ടോ, അതുകൊണ്ടായിരുന്നു. ഇവർ നമ്മളെ മാരായമുട്ടത്തുണ്ടായിരുന്നായിരുന്നു. നമ്മൾ ഒരുപാട് ദൂരമാണ് വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് ഇവർ ഫാമിലി ആയിട്ട് വന്ന് നമ്മുടെ വണ്ടിയുണ്ട് അകത്ത് ഇന്ത്യയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പരുന്തുംപാറ എത്തിയപ്പോഴത്തേനും നമ്മുടെ അനസ് ബ്രോയുടെ സാരഥിയുണ്ട്. ഇവർ നമ്മുടെ റയാൻ ഹോളിഡേയ്സിൻ്റെ ടീമാണേ. നമ്മുടെ റയാനുണ്ട്, റയാൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ വൂൾഫ്മാൻ ഉണ്ട്. ഇവർ രണ്ടും കമ്പനേന് വേണ്ടിയിട്ട് ഈവനിങ് പരുന്തുംപാറയ്ക്കുന്നതാണ്. നമ്മുടെ ടർബോ കൊടുക്കുന്നു. പിന്നെ ഉല്ലാസയാത്രയ്ക്ക് വന്നിട്ടുണ്ട് KSRTC ബസ്. അങ്ങനെ ഓക്കലൊക്കെ ഇടിച്ച് മഴയ്ക്ക് നമ്മുടെ സലാംസ് വരുന്നുണ്ട്. കാലത്ത് മുതലേ സലാംസ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേ. അങ്ങനെ സലാംസ് പോയി. അത് കഴിഞ്ഞപ്പോഴും സാക്ഷാൽ നമ്മുടെ വണ്ണസിൻ്റെ ദശാവതാരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഡ്രൈവർ സിലോപ്പി നമ്മുടെ വണ്ണസിൻ്റെ ഡ്രൈവറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നേ. അവരെന്തോ സംസാരിച്ച് ബന്ധം പുതുക്കായിരുന്നു. കഴിഞ്ഞ ട്രിപ്പിലെല്ലാം ഇവർ ഒരുമിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ണസും ഓപ്പോസിറ്റ് നമ്മുടെ ടർബോ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും എന്തെങ്കിലും കോമ്പറ്റീഷൻ നടക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് പേര് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒടുക്കം നമ്മുടെ ആൾക്കാർ വന്നു, നമ്മൾ ഓക്കിലിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ദശാവതാരം ഓക്കിലിട്ടായിരുന്നേ. ഈ ഒരു വാഗമൺ ട്രിപ്പിൽ ഞാൻ ശരിക്കും നിങ്ങളോട് പറയാൻ കുറച്ചധികം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ട് വികസനം എന്തെന്ന് തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമാണ് വാഗമൺ. ശരിക്കും അങ്ങോട്ട് പോകുന്ന റോട്ടിൽ കഷ്ടിച്ച് 2 വണ്ടികളെ ബസ് ഓപ്പോസിറ്റ് വന്നാൽ സൈഡ് കൂടി കൊടുക്കാനുള്ള ഇടം അവിടെ ഇല്ല. ഒരു വികസനവും ഈ വാഗമൺ എന്ന സ്ഥലത്ത് അറ്റ്ലീസ്റ്റ് മൂന്നാർ കഴിഞ്ഞാൽ എനിക്കൊന്നും ഏറ്റവും അധികം ടൂറിസ്റ്റ് വരുന്ന ഹിൽ ടോപ്പാണ് ഈ പറഞ്ഞ വാഗമൺ പരുന്തുംപാറ. മികച്ച റോഡുകളില്ല, വീതിയില്ല. അറ്റ്ലീസ്റ്റ് നല്ല കടകൾ പോലും ഈ പറഞ്ഞ ജംഗ്ഷൻ അല്ലാതെ ഈ റോഡുകളിലില്ല കേട്ടോ. വികസനം അതെല്ലാം പോട്ടെ, നമ്മുടെ വാഗമണ്ണിൽ നിന്ന് ഇറങ്ങി ഏലപ്പാറ മുതൽ പരുന്തുംപാറ വരെ 30 കിലോമീറ്ററിൽ ഈ മലയോര ഹൈവേയിൽ നല്ലൊരു പെട്രോൾ പമ്പ് ഇല്ല. കുട്ടിക്കാനത്തുള്ള പെട്രോൾ പമ്പ് മാസങ്ങളായിട്ട് അടച്ചിടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ ഈ സിംഗിൾ ഡേ വാഗമൺ ട്രിപ്പ് പോയത്. എന്നിരുന്നാലും ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വാഗമണിൽ പോകുന്നത്. വാഗമണിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്, പറ്റുന്നുള്ളൊരു പോകുക. ഓക്കെ ഗൈസ്, വീഡിയോ ഇത്രയുള്ള തരാം.